അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ കൊണ്ടൊരു കുറുമയാണ്. അപ്പോൾ ഈ കുറുമ ഒന്ന് കണ്ടാലോ? ഇനി വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 സബോള ചെറുതായി മുറിച്ചെടുത്തതും ഒരു 4 പച്ചമുളക് നടുകെ കീറിയതുമാണ്. ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വെജ് കുറുമ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഏതാണോ പച്ചക്കറി ഉള്ളത് അത് എടുക്കാട്ടോ. ഇന്ന പച്ചക്കറി വേണമെന്നൊന്നുമില്ല. സവാള ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ബൗൾ ഗ്രീൻ പീസും കൂടിയാണ്. ഈ ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഉണങ്ങിയതല്ല. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കണമല്ലോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തതും 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ടതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് തീരെ കിട്ടുന്നില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ബൗള് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ കുറുമൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കാറ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ കിടന്ന് വെജിറ്റബിളൊക്കെ നല്ലതുപോലെ കുക്കാവാൻ ഇതൊന്ന് അടച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെജിറ്റബിളൊക്കെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഞാൻ ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഇതിന് വേവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളിടാം. 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും. കാരണം നമ്മൾ പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ കുറുമ നല്ല ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിൻ്റെ കുറവുണ്ട്. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് തിള വരുന്ന സമയത്ത് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഇറക്കി വെക്കാം. കാരണം ഇത് തിളക്കേണ്ട ആവശ്യമില്ലല്ലോ. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇത് വാങ്ങി വെക്കാം. ഇനി കറിയിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ നമ്മുടെ കുറുമയിലേക്ക് ഈ താളിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇന്നത്തെ വെജ് കുറുമ നല്ലൊരു അടിപൊളി കുറുമ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെയോ അതുപോലെ തന്നെ പൂരി ഭട്ടൂറ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കുറുമ തന്നെയാണ്. താളിച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഒരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. നമ്മുടെ
അടിപൊളി വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.